ഭാഗം 35. വല്ല വിധത്തിലും മണൽക്കൂനയിൽ നിന്നും ഇബ്രാഹിം വലിഞ്ഞു കയറി എന്നെയും വലിച്ചു കയറ്റി. അവൻ എന്നെയും എടുത്ത് വീണ്ടും നടക്കാനുള്ള ശ്രമമായിരുന്നു. ഞാൻ അവൻ്റെ തോളിൽ നിന്നും പിടഞ്ഞിണങ്ങി. എന്നെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ ഇബ്രാഹിം. ഹക്കീമില്ലാതെ എനിക്കെവിടെയും പോകണ്ട, എവിടെയും രക്ഷപ്പെടണ്ട. ഞങ്ങൾ ഒന്നിച്ചു വന്നവർ. അവനില്ലാതെ എനിക്ക് നാട്ടിൽ ചെല്ലാനാവില്ല. അവൻ്റെ ഉമ്മയുടെ ചോദ്യത്തെ, അവൻ്റെ പെങ്ങളുടെ നോട്ടത്തെ എനിക്ക് നേരിടാനാവില്ല. എന്നെ ഇവിടെ കളയൂ. എനിക്ക് അവനൊപ്പം പോണം. ഹക്കീമിൻ്റെ ശരീരത്തെ മൂടിക്കളഞ്ഞ മണൽ മലയിലേക്ക് ഓടാൻ ഞാനൊരു ശ്രമം നടത്തി. നിന്നെ ഇങ്ങനെ കളഞ്ഞിട്ട് പോകാനല്ല അള്ളാഹു എന്നെ ആ മസ്രയിലേക്ക് പറഞ്ഞയച്ചത്. ഹക്കീമിനെ രക്ഷിക്കാൻ എനിക്കായില്ല. ഞാൻ മരിച്ചിട്ടേ നിന്നെയെങ്കിലും മരിക്കാൻ ഞാൻ അനുവദിക്കൂ. അവൻ എന്നെ കടന്നു പിടിച്ചു. പിന്നെ നിർബന്ധപൂർവം തോളിലേക്ക് വലിച്ചിട്ടു. അവനെ ചെറുക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. വാടിയ കൊഴുത്തണ്ട് പോലെ ഞാൻ അവൻ്റെ തോളത്ത് വീണ് കിടന്നു. ഞാനൊരു കൊച്ചുകുട്ടിയെപ്പോലെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നെയും ചുമന്ന് അവൻ ആ മണൽക്കാട്ടിലൂടെ നടന്നു. ദാഹവും ഭീതിയും വിശപ്പും, കൺപോളകളിൽ സൂചി കുത്തുന്ന പോലെ വേദന. അപ്പോഴും സ്വന്തം ഹൃദയമിടിപ്പ് എനിക്ക് അനുഭവിക്കാനാവുന്നുണ്ട്. നിമിഷം കഴിയുന്തോറും അത് നേർന്നു വരുന്നു. എൻ്റെ ശ്വാസം പോലും നേർത്തു വരികയാണ്. നാക്ക് ചലിപ്പിക്കാനോ ആകാത്ത വിധത്തിൽ വറ്റിക്കീറിപ്പോയിരിക്കുന്നു. എനിക്ക് ചുറ്റും ലോകം ഇരുണ്ട് കറങ്ങുന്നത് പോലെ. തലയിൽ നിന്നും ചൂട് ആവി പോലെ പുറത്തു പോകുന്നു. അതെൻ്റെ ബോധത്തെ കൂടുതൽ കലക്കുകയാണ്. ഹക്കീമിൻ്റെ അവസ്ഥയിലേക്കാണ് ഞാൻ നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഭൂമിയിൽ എനിക്ക് ഇനി അധികം നേരം കൂടി ബാക്കിയില്ല. വിട പറയാൻ നേരമായിരിക്കുന്നു. എന്നെ സ്നേഹിച്ചവരെയും ഞാൻ സ്നേഹിച്ചവരെയും ഓർത്തെടുക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. അധികം മനുഷ്യമുഖങ്ങളൊന്നും ചൂടുപിടിച്ച എൻ്റെ ശിരസിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. ഉമ്മ, സൈനു, ഹക്കീം. എന്നാൽ എൻ്റെ മസ്രയിലെ ആടുകൾ ഓരോരുത്തരായി എൻ്റെ കൺമുന്നിൽ വന്നു നിറഞ്ഞു. നബീൽ, അർവ് റാബുത്തർ, പോച്ചക്കാരി രമണി, മേരി മൈമുന, ഇണ്ടിപ്പോക്കർ, ഞണ്ടുരാഘവൻ, പരിപ്പു വിജയൻ, ചക്കി, അമ്മിണി, കൗസു, റൗഫത്ത്. മനുഷ്യനേക്കാൾ എന്നെ സ്നേഹിച്ചത് ആ ആടുകൾ ആയതുകൊണ്ടാവാം അത്. എല്ലാവരും എനിക്ക് യാത്രാമംഗളങ്ങൾ പറയുന്നു. സന്ധ്യ വന്നു, രാത്രി വന്നു. ഞങ്ങൾ മണലിൽ വീണ്ടും തളർന്നു കിടന്നു. പരസ്പരം ഒരു വാക്കുപോലും ഉരയാടാത്ത ഒരു മുഴുരാത്രി ഞങ്ങളെ കടന്നുപോയി. ഞാൻ ആ രാത്രി പിന്നിടുമെന്ന് എനിക്കൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ രാത്രിയും ഞാൻ അതിജീവിച്ചു. പിറ്റേന്ന് കാലത്തും എനിക്ക് ജീവനുണ്ടായിരുന്നു.